കോട്ടൂർ സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ റിപ്പോർട്ടിംഗ്. സാർ, ഒരു കിഡ്നാപ്പ് കേസ് കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. ഓവർ ഓവർ. അയാളവിടെ? സാറേ, വണ്ടി ഞാൻ ഒതുക്കിടാൻ പറഞ്ഞു. പുറത്തേക്ക് പോയവൻ കാർ അങ്ങനെ തന്നെ ഇട്ടിട്ട് അവൻ അങ്ങനെ തന്നെ അങ്ങോട്ട് പോയി. ഒരു മിസ്സിംഗ് കേസ് കംപ്ലൈന്റ് ചെയ്യാൻ വന്നയാളെ ചുമ്മാ അങ്ങനെ പറഞ്ഞു വിടുകയാണോ ചെയ്യണ്ടേ? കാണാൻ എങ്ങനെയായിരുന്നു? സാറേ, കാണാൻ ആള് തിരക്കേടില്ലായിരുന്നു. ഏകദേശം ഒരു 25 വയസ്സ് കാണും. CCTV റൂം എവിടെയാ? സാർ, ഇതിനകത്താ സാർ. നിങ്ങൾ പോയി വണ്ടി ഡീറ്റെയിൽസ്. ഓക്കെ സാർ. ആ ടാക്സി ഡ്രൈവറുടെ ഫുട്ടേജ് പ്ലേ ചെയ്തു. ജാമർ യൂസ് ചെയ്തിരിക്കുക. സ്റ്റേഷന്റെ അകത്തേക്ക് വന്നൊന്ന് കാണിച്ചേ. ഓക്കെ സാർ. പോസ് ചെയ്തേ. ഇതെന്ത് കംപ്ലൈന്റ് ആണോ സാർ? ഇത് കഴിഞ്ഞ വർഷത്തെ ഡേറ്റുള്ള കംപ്ലൈന്റാ. Give it to me. ഇതിവിടെ വെച്ചിട്ട് പോയതുപോലെ ശ്രദ്ധിക്കാതെ ഇവിടെ എന്ത് ചെയ്യായിരുന്നു? സാറേ, വണ്ടിയുടെ ഓണറോട് സംസാരിച്ചു സാർ. കാർ വാടകയ്ക്ക് വിട്ടേക്കാന്നാ പറഞ്ഞത്. പക്ഷേ 1 വർഷം മുമ്പ് വിറ്റു എന്ന് പറയുന്നു സാർ. വന്നയാള് ഡ്രൈവറാണെന്നല്ലേ പറഞ്ഞേ? അതെ സാർ. നിങ്ങൾ ആ ഡ്രൈവറിന്റെ ഡീറ്റെയിൽസ് കിട്ടുമെന്ന് ഒന്ന് നോക്ക്. ശരി, ഓക്കെ സാർ. എന്താ എഴുതിയിരിക്കുന്ന ഒന്ന് വായിച്ചേ. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിനെ കുറിച്ചുള്ള പരാതി. എൻ്റെ പേര് രവി. ഞാനൊരു ഒല ക്യാബിൻ്റെ ഡ്രൈവറാണ്. ഇന്ന് 11 മണിയോടുകൂടി എയർപോർട്ടിൽ നിന്നും ഒരു പെൺകുട്ടിയെ പിക്കപ്പ് ചെയ്തു. അലവലാതി, എങ്ങനെ വണ്ടി ഓടിക്കുന്നത് കണ്ടില്ലേ? ഇടിച്ചിട്ട് നിർത്താതെ പോയ കണ്ടില്ലേ? ഇങ്ങനെയാണോ അവിടെ വണ്ടി ഓടിക്കുന്നത്? എന്തു പറ്റിയേട്ടാ? സോറി മാഡം, അവന്മാര് കണ്ണാടി ഇടിച്ചിട്ട് പോയി. ഓവർ സ്പീഡായിട്ടാ പോന്നെ. പൂസാണെന്ന് തോന്നി. ഇവനൊക്കെ കള്ളു കുടിച്ചിട്ടായിരിക്കും വണ്ടി ഓടിക്കുന്നത്. കഷ്ടം. വണ്ടിക്കിട്ട് ഇടിച്ചിട്ട് നടുറോഡിൽ നിന്ന് കള്ളുടിക്കുന്നുണ്ടല്ലേ? മാഡം, ഒരു മിനിറ്റ്. എന്തു പറ്റിയേട്ടാ? മാഡം, ഇപ്പൊ വരാം. വണ്ടിയുടെ കണ്ണാടി പൊട്ടിച്ചിട്ട് വന്ന് നിൽക്കുന്നുണ്ടല്ലേ? നിനക്കൊക്കെ വിവരമില്ലടാ. എന്തുകൂടെ കിടന്ന് ചലിക്കുന്നേ? കാശ് വേണമെങ്കിൽ വാങ്ങിച്ചിട്ട് പോകാൻ നോക്ക്. നിന്നോട് ഞാൻ കാശ് വെച്ചോടാ പുല്ലേ. മാറാ, എന്റെ ദേഹത്ത് കൈ വെക്കരുത്. എന്റെ സ്വഭാവം വണ്ടി ഇടിച്ചിട്ട് കണ്ണാടി പൊട്ടിച്ചിട്ട് വണ്ടിക്കകത്ത് പോയിരിക്കും പ്ലീസ് മാഡം. മേഡം, മേഡം, അവരൊന്നും ചെയ്യരുത്. പ്ലീസ് അവരൊന്ന് കൊണ്ടുപോരുന്നവരെ. പ്ലീസ്, അവരെ കൊണ്ടുപോരുത്. എന്റെ വണ്ടിച്ചാവി എവിടെ? എവിടെ താക്കോല്? വണ്ടിയുടെ താക്കോൽ എവിടെ? ഈശ്വര, എന്താ ചെയ്യുന്നത്?
ആ വണ്ടിയുടെ നമ്പർ KA02PC999. ആ ലെറ്ററിങ് എന്നേ. ഹലോ പ്രവീൺ സാർ. KA02BC999. ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഉടനെ വേണം. ഓക്കെ സാർ. സാറേ ആ വണ്ടി ഇട്ടിട്ട് പോയ ഡ്രൈവറുടെ ലൈസൻസ് ഫോട്ടോ എടുത്ത് അയച്ചിട്ടുണ്ട് സാർ. ഇവിടെ വന്നവൻ ഇവനാണോ? ആ അതെ സാർ, ഇവൻ തന്നെയാ സാറേ. What? ഇവനാണോ? ഇവൻ ഇവിടെ ഒരിക്കലും വരാൻ വഴിയില്ല. അതെന്താ? ഇവൻ അതിന് ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല. ഈ കംപ്ലൈന്റ് ലെറ്ററിനും നിങ്ങളുടെ മോൾക്കും ഇവനും തമ്മിൽ എന്താ ബന്ധം? മാഡം പറഞ്ഞേക്കാം. Will you shut up? ഈ കംപ്ലൈന്റ് ഉള്ള അതേ വണ്ടി തന്നെയാണ് നിങ്ങളുടെ മോളെ കിഡ്നാപ്പ് ചെയ്ത അതേ സ്ഥലത്ത് ക്രോസ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ മോളെ തട്ടിക്കൊണ്ടുപോയവര് ദേ ആർ ട്രൈങ് ടു മേക്ക് എ സ്റ്റേറ്റ്മെന്റ്. ഇതെല്ലാം നിങ്ങൾക്ക് നേരത്തെ അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ആ എഴുത്തുകാരൻ്റെ വീട്ടിലേക്ക് പോയതെന്ന് എനിക്ക് തോന്നുന്നു. ഇതിലും കൂടുതൽ ഈ കേസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുമെങ്കിൽ അതിപ്പോൾ തന്നെ എന്നോട് പറയണം. മാഡം, പൂജമോൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്ക് പേടിയുണ്ട് മാഡം. ഇത്രയൊക്കെ ആയിട്ട് നമ്മളിത് പറയാതിരുന്നാൽ ഉറപ്പായിട്ടും ഇത് തെറ്റായി പോകും മാഡം. പറഞ്ഞേക്കാം. ഒരു ദിവസമായി ആരാ ചെയ്ത എന്താ മോട്ടീവ് എന്നറിയാതെ ഈ കേസിന്റെ പിന്നാലെ ഞാൻ നടക്കുന്നു. ഇനിയും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ പറയാനില്ലെങ്കിൽ ഐ കാൺ ഹാൻഡിൽ ദിസ് എനിമോർ. 1 വർഷത്തിന് മുൻപ് രവി എന്ന കാർ ഡ്രൈവർ ഈ സ്റ്റേഷനിൽ വന്ന് ഇതേ കംപ്ലൈന്റ് തന്നിരുന്നു. വണ്ടി നമ്പർ KA0 അല്ല, ഇത് കർണാടക രജിസ്ട്രേഷൻ ആണല്ലോ. അതെ സാർ. വണ്ടിയുടെ ചാവിയും ഫോട്ടോക്കെ ഇങ്ങെടുത്തേ. എന്തിനാ സാർ? ഒരു പെണ്ണിനെ കടത്തി കൊണ്ടുപോയിക്കണോ, അതിന്റെ സീരിയസ്നെസ് അറിയാണ്ട് സംസാരിച്ചോണ്ടിരിക്കണോ? ഇങ്ങെടുത്തേ, എട്. പോയാ ബെഞ്ചിൽ പോയിരിക്കേ പോ. എന്തിനാ സാർ? ഞാൻ ഇൻസ്പെക്ടറെ കേട്ട് ഇൻഫോം ചെയ്തിട്ട് വരാം. പോ, അവിടെ പോയിരിക്കേ. ഇൻസ്പെക്ടർ എപ്പോ വരും സാർ? കുറച്ച് സമയത്തിനുള്ളിൽ വരും. നീ അവിടെ പോയിരിക്കേ. ഒരു പെൺകുട്ടിയെ ബന്ധപ്പെട്ട കിഡ്നാപ്പ് കേസ് ആയതുകൊണ്ട് ആ ക്യാബ് ഡ്രൈവറെ രാത്രി മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തിയിരുന്നു. അടുത്ത ദിവസം വെളുപ്പാങ്കാലത്ത് തന്നെ കിഡ്നാപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടിയെ ഇവിടെ അടുത്തുള്ള ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് നിന്ന് കണ്ടെത്തി. കൂട്ട ബലാത്സംഗത്തിനിരയായതുകൊണ്ട് ആ പെൺകുട്ടിക്ക് സിവിയർ ഇഞ്ചുറീസ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഈ പ്രശ്നം മീഡിയ സെൻസേഷൻ ആയതുകൊണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ഗവൺമെന്റിന്റെ പ്രഷർ വളരെ കൂടുതലായിരുന്നു. ബിപി ചെക്ക് ചെയ്തായിരുന്നോ? ആ ചെക്ക് ചെയ്തു. ഓക്സിജൻ നോർമൽ. പൾസിന് സ്റ്റാറ്റസ് സ്റ്റേബിൾ ഡോക്ടർ. ഓക്കെ സർ, പ്ലീസ് സ്റ്റേ ഹിയർ. നിങ്ങളൊന്ന് വേഗം വന്നേ. ആ സമയം കമ്മീഷണറായിരുന്ന മാഡമാണ് ഈ കേസ് ഹാൻഡിൽ ചെയ്തത്. അവരോട് ഞാൻ ഇപ്പോഴാണ് സ്റ്റേറ്റ്മെന്റ് വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നത്. അക്യൂസ് മൊത്തം 4 പേരാണ്. അവർക്കറിയാവുന്ന എല്ലാ ഡീറ്റെയിൽസും എനിക്ക് തന്നെ അവർ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുണ്ട്. വി ആർ ട്രൈങ് അവർ വെരി ബെസ്റ്റ്. നിങ്ങളുടെ എവരുടെയും കോപ്പറേഷനാണ് ആവശ്യം. ആ കുട്ടിയുടെ പേരും ഫോട്ടോയും നിങ്ങൾ ആരെയും എവിടെയും ഷെയർ ചെയ്യാൻ പാടില്ല. ഇറ്റ്സ് മൈ പേഴ്സണൽ റിക്വസ്റ്റ്. ഇപ്പൊ ആ കുട്ടിയുടെ കണ്ടീഷൻ എങ്ങനെയുണ്ട് മാഡം? ആ കുട്ടിക്ക് ഒരുപാട് ഇഞ്ചുറീസ് ഉണ്ട്, പക്ഷെ കണ്ടീഷൻസ് വളരെ സ്റ്റേബിൾ ആണ്.